എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കേരള ചരിത്രത്തിലെ കുറച്ച് പോയിന്റുകൾ നോക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊഴിൽ വാർത്തയിൽ നിന്നുള്ള ഭാഗമായിരിക്കും ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചിട്ട് പോവാം. അപ്പോൾ ഇതിലുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ബാക്കി കാണുന്നവർക്ക് ഉപകാരമാവുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. കേരള ചരിത്രം. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് ആരാണ്? പെഡ്രോ അൽവാരിസ് കബ്രാൾ ആണ്. ഓക്കെ, കിഴക്കൻ ദേശങ്ങളിലെ, ഇനി അങ്ങോട്ട് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, ആൻസർ ഹൈഡ് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ആദ്യത്തെ ഈ 3 എണ്ണം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ 3 എണ്ണം ഞാൻ വായിക്കാം. ബാക്കി ഞാൻ ആൻസർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും പറയാം കേട്ടോ. ഓക്കെ, കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജ്യപ്രതിനിധിയായി ഫ്രാൻസിസ്കോ അൽമേഡ നിയമിക്കപ്പെട്ട വർഷം ഏതാണ്? 1505 ഓക്കെ, സങ്കരവാസ സങ്കേതങ്ങൾ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? സങ്കരവാസ സങ്കേതങ്ങൾ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. അൽബുക്കർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് ഞാൻ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ആൻസർ കാണിച്ചു തരില്ല. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ കാണാലോ. കുഞ്ഞാലി മരക്കാർമാരിലെ, അതായത് ഈ ക്വസ്റ്റ്യനാണ് ഞാൻ വായിക്കുന്നത്. കുഞ്ഞാലി മരക്കാർമാരിലെ എത്രാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത്? അപ്പം നമുക്കറിയാം കുഞ്ഞാലി 1-ാമൻ 2-ാമൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അവരുടെ വേറെ പേരുകളും പറയുന്നുണ്ട്. അപ്പം ഇതിൽ ആരെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരെയാണ്? കുഞ്ഞാലി 4-ാമനെയാണ്. ആൻസർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതായത് ആൻസർ നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത് കേട്ടോ. കുഞ്ഞാലി 4-ാമനെയാണ്. അപ്പം ഒരു റിവിഷനാവും, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യാം. അടുത്തത് ക്വസ്റ്റ്യൻ കാണാലോ. യൂറോപ്യൻ യുദ്ധ സങ്കേതങ്ങളും സമരായുധങ്ങളും ഏത് യൂറോപ്യന്മാരിൽ നിന്നാണ് കേരളീയ രാജാക്കന്മാർ പകർത്തിയത്? യൂറോപ്യൻ യുദ്ധ സങ്കേതങ്ങളും സമരായുധങ്ങളും ഏത് യൂറോപ്യന്മാരിൽ നിന്നാണ് കേരളീയ രാജാക്കർ പകർത്തിയത് എന്ന ക്വസ്റ്റ്യൻ. പോർച്ചുഗീസുകാരിൽ നിന്നാണ്. പോർച്ചുഗീസുകാരാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. കൂനൻ കുരിശ് കലാപം നടന്ന വർഷം. ആൻസർ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുന്നതാണ്. 1653 കൂനൻ കുരിശ് കലാപം നടക്കുന്നത്. ഓക്കെ, അടുത്തത് ഏത് രാജ്യത്തെ ജനങ്ങളാണ് ഡച്ചുകാർ എന്ന് അറിയപ്പെടുന്നത്? അപ്പം ഡച്ചുകാർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഏത് രാജ്യത്തെ ജനങ്ങളെയാണ് നമ്മളിങ്ങനെ ഡച്ചുകാർ എന്ന് വിളിക്കുന്നത്? നെതർലാൻഡ്, ഹോളണ്ട്, നെതർലാൻഡിലുള്ള ആളുകളെയാണ്, ജനങ്ങളെയാണ് നമ്മൾ ഡച്ചുകാർ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കൂടുതൽ എക്സ്പ്ലനേഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ആൻസറും മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ അങ്ങനെയും പോവാം. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്, ഇട്ടി അച്യുതൻ എന്നീ പേരുകൾ ഏത് ഗ്രന്ഥത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്, ഇട്ടി അച്യുതൻ എന്നീ പേരുകൾ ഏത് ഗ്രന്ഥത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ആൻസർ. ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്നത് എപ്പോഴാണ്? കുളച്ചൽ യുദ്ധം നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്നതാണ്. 1741 ഏതാണ് മാസം? ഓഗസ്റ്റ് 10. 1741 ഓഗസ്റ്റ് 10. ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏത് സന്ധി പ്രകാരമാണ് മൈസൂരിലെ ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയത്? അപ്പം ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയത് ഏത് സന്ധി പ്രകാരമാണ്? നമുക്കറിയാം ശ്രീരംഗപട്ടണം സന്ധിയാണ്. ഏതാണ് വർഷം? 1792. പിന്നെ 1793 മുതൽ എന്ത് നടക്കുന്നുണ്ട്? 1797 വരെ 1-ാം പഴശ്ശിക്കലാപം നടക്കുന്നുണ്ട്. രണ്ടാമത്തതോ 1800 മുതൽ 1805 വരെ 2-ാം പഴശ്ശിക്കലാപവും നടക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരംഗപട്ടണം സന്ധി എപ്പോഴാണ്? 1792
1792 ശ്രീരംഗപട്ടണം സന്ധി. അടുത്തൊരു ചോദ്യം, 1721 നടന്ന ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ ആറ്റിങ്ങൽ കലാപമൊക്കെ നമുക്കറിയാം, വർഷവും അറിയാം, 1721 തന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല തിരിച്ചൊരു പോയിന്റ് ഇട്ടതാണ്. എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചാലോ, അത് അഞ്ചുതെങ്ങ് കലാപമാണ് അല്ലേ, അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് രാജാക്കന്മാരാണ് വഞ്ചി ഭൂപതി എന്ന് അറിയപ്പെട്ടിരുന്നത്? വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്നത് ഏത് രാജാക്കന്മാരാണ്? തിരുവിതാംകൂറുകാരെയാണ് നമ്മൾ വഞ്ചി ഭൂപതി എന്ന് വിളിച്ചിരുന്നത്, ഒക്കെ അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, അത് നമ്മൾ ക്വസ്റ്റ്യൻ വന്നു. 1750 ജനുവരി 3 തിരുവിതാംകൂർ ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്താണ്? ഓക്കെ, ഇത് പഠിച്ചവർക്ക് ഇങ്ങനെ ചോദിച്ചാലും പറയാൻ കഴിയും അല്ലേ. 1750 ജനുവരി 3 ഏതാണ് ഒരു ചരിത്ര പ്രാധാന്യത്തിലുള്ളൊരു സംഭവം? മാർത്താണ്ഡവർമ്മ എന്ത് തൃപ്പടിദാനം നടത്തിയ ദിവസം. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ ദിവസമാണ് 1750 ജനുവരി 3. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ 1739 നിയമിച്ചത് ആരെയാണ്? ആൻസർ പറയാം, പള്ളിയാടി മല്ലൻ ശങ്കരൻ. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ചരിത്രം ആധാരമാക്കി CV രാമൻപിള്ള, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, രചിച്ച നോവൽ ത്രയത്തിലെ കൃതികൾ ഏതെല്ലാം? അതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ പെടാത്തത് ഏത് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാമല്ലോ. ഇത് ഓൾറെഡി നമ്മൾ ഒരുപാട് തവണ ചോദ്യം കണ്ടിട്ടുള്ളതായിരിക്കും. ഏതൊക്കെയാണ്? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. ആരതാണിത്? CV രാമൻ്റെ ചരിത്ര നോവലുകളാണ് ഈ 3 ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണെന്ന ചോദ്യം. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? ധർമ്മരാജ. ഓക്കെ, അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ദിവാനായിരുന്ന വലിയ ദിവാൻജി എന്ന് വിളിക്കപ്പെട്ട രാജാ കേശവദാസന്റെ യഥാർത്ഥ പേര് എന്താണ്? തിരുവിതാംകൂർ ദിവാനായിരുന്ന വലിയ ദിവാൻജി എന്ന് വിളിക്കപ്പെട്ട ആര്? രാജാ കേശവദാസന്റെ യഥാർത്ഥ പേര്. ഈ കേശവ എന്നുള്ളതിൽ തന്നെ ഉണ്ട്. ആരാണ്? കേശവപിള്ള. അടുത്ത ചോദ്യം, ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ് വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രക്ഷോഭം നടന്നത്? ആൻസർ കണ്ടിട്ടുണ്ടാവും, ബാലരാമവർമ്മ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ് വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രക്ഷോഭം നടന്നത്? ബാലരാമവർമ്മയുടെ കാലത്താണ് കേട്ടോ. അടുത്ത ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. വേലുത്തമ്പി ദളവ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1809. ബാക്കി ജനുവരി 11. 1809 ജനുവരി 11 അതാണ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, കലാകാരന്മാരെ ആദരിക്കുന്നതിൽ സ്വാതി തിരുനാൾ പുലർത്തിയ അതീവ താല്പര്യം മുൻനിർത്തി അദ്ദേഹം ഏത് പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നു? അപ്പോൾ സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് ഒത്തിരി പോയിന്റുകൾ പഠിക്കാനുണ്ട്. അപ്പം അദ്ദേഹം എന്താണ്? കലാകാരന്മാരെ ആദരിക്കുന്നതിൽ അതീവ താല്പര്യം പുലർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ദക്ഷിണ ഭോജൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ്? സ്വാതി തിരുനാളാണ്, ദക്ഷിണ ഭോജൻ. ഓക്കെ, അടുത്ത ചോദ്യം, തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? ഇത് സ്വാതി തിരുനാൾ തന്നെയാണ്. അപ്പോൾ ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. ഓക്കെ, അടുത്ത ചോദ്യം,
തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് 1859 വിളംബരം പുറപ്പെടുവിച്ചത് ഏത് രാജാവാണ് എന്നുള്ളതാ ചോദ്യം. ആരാണ്? ഉത്രം തിരുനാളാണ്. ഉത്രം വസ്ത്രം എന്നായിരിക്കും എല്ലാവരും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഉത്രം തിരുനാളാണ് 1859 വിളംബരം പുറപ്പെടുവിച്ചത്. ചാന്നാർ ലഹളയാണ് ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് 1857 ആലപ്പുഴയിൽ തുറന്നത് ആരുടെ ഭരണകാലത്താണ്? ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വർഷം 1857 എവിടെ? ആലപ്പുഴയിൽ തുറന്നത് ആരുടെ ഭരണകാലത്ത് തന്നെയാണ്? ഉത്രം തിരുനാളിൻ്റെ ഭരണകാലത്ത് തന്നെയാണ്. അടുത്ത ചോദ്യം. 1865 എന്താ പ്രത്യേകത? പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തി നൽകിയത് ആരാണ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി പോസ് ചെയ്തിട്ടൊക്കെ വായിക്കാം, എന്നിട്ട് ആൻസറിലേക്ക് എത്താം. നമുക്ക് ആൻസർ പറയാം. ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാൾ. അടുത്ത ചോദ്യം. ആരുടെ ഭരണകാലത്താണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഹരിപ്പാട് വീട്ടുതടങ്കലിൽ കഴിഞ്ഞത്? ആരുടെ ഭരണകാലത്താണ്? അതും ആയില്യം തിരുനാളാണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. മരച്ചീനി അതായത് കപ്പ ഈ കൃഷി പ്രോത്സാഹിപ്പിച്ച മഹാരാജാവ് ആരാണ്? മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച മഹാരാജാവ് ആരാണ്? വിശാഖം തിരുനാളാണ്. വിശാഖം തിരുനാള്. അടുത്ത ചോദ്യം. അധസ്ഥിത വിഭാഗങ്ങളിലെ ആൺ പെൺ കുട്ടികൾക്ക് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ആര്? ആൻസർ ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ. ഓക്കെ, അടുത്ത ചോദ്യം. പ്രധാനപ്പെട്ട ചോദ്യമാണ്. മലയാളി മെമ്മോറിയൽ ഏതാ വർഷം? 1891 ജനുവരി 1 അല്ലേ? ഈഴവ മെമ്മോറിയൽ 1896 എന്നിവ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? അതും ആർക്ക് തന്നെയാണ്? ശ്രീമൂലം തിരുനാളാണ്. ശ്രദ്ധിക്കുക, മലയാള മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ, അത് ഇപ്പുറത്തെ ഭാഗത്താണ് ഉള്ളത്. ഇവിടെ പോയി. സ്വാതി തിരുനാൾ എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച കന്നഡ നടൻ ആരാണ്? അനന്ത് നാഗാണ്. അതെല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. അനന്ത് നാഗാണ് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഏതാണ് സിനിമ? സ്വാതി തിരുനാൾ എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അനന്ത് നാഗാണ്. അടുത്ത ചോദ്യം. നിവർത്തന പ്രക്ഷോഭണം, ഉത്തരവാദ പ്രക്ഷോഭണം, പുന്നപ്ര വയലാർ സംഭവം തുടങ്ങിയവ നടന്നത് ആരുടെ ഭരണകാലത്താണ്? അതാരുടെയാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. ശ്രീ ചിത്തിര തിരുനാൾ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അവസാനത്തെ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ വഹിച്ച പദവി? 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളായിരുന്നു മഹാരാജാവ്. അദ്ദേഹം വഹിച്ച പദവിയാണ് ചോദിക്കുന്നത്. എന്താണ് ആൻസർ? രാജപ്രമുഖൻ. രാജപ്രമുഖൻ. അടുത്ത ചോദ്യം. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെട്ടപ്പോൾ ആരാണ് മഹാരാജാവ്? ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാൾ. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ സംഘടന സമത്വ സമാജം 1836 സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ ഇനി ഏതിലേക്കാണ് കടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നവോത്ഥാനത്തിലേക്കാണ്. ഇപ്പോൾ 14 മിനിറ്റായി. ഞാൻ അതും കൂടി ഒരു പേജും കൂടി ഞാൻ വായിക്കാം കേട്ടോ. എന്നിട്ട് ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണക്ഷനൊക്കെ ഇട്ട് കുറച്ചും കൂടി എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇത് ആവശ്യമുണ്ടോ എന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മൾ മുന്നോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് പോയിന്റുകൾ കൂടി ഉണ്ട്, നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം.
ചാന്നാർ ലഹളയ്ക്ക്, അതായത് മേൽമുണ്ട് സമരം, നമ്മൾ നേരത്തെയും പറയുണ്ടായി, ഉത്രം തിരുനാൾ പറഞ്ഞില്ലേ, ആ സമയത്ത് നമ്മൾ ചാന്നാർ ലഹള പറഞ്ഞു 1859 അല്ലേ. ഓക്കെ, അതിൽ പ്രചോദനം പകർന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അതും ആര് തന്നെയാണ്? വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. മുത്തുക്കുട്ടി, മുടിചൂടും പെരുമാള് എന്നൊക്കെ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. നാഗർകോവിൽ സ്വാമി തോപ്പിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. പിന്നെ മുന്തിരിക്കിണർ, മണിക്കിണർ, ഊഴിയം വേലയ്ക്കെതിരെ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വൈകുണ്ഠസ്വാമികളുമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സമ്പൂർണ്ണ ദേവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, ഒരുപാട് പോയിന്റുകൾ പറയാനുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ആരുടെ ആത്മകഥാപരമായ കാവ്യമാണ് ആത്മാനുതാപം? ആത്മാനുതാപം ഞാൻ കേരള ഹിസ്റ്ററീൻ്റെ ഒക്കെ ഓൾറെഡി വീഡിയോസൊക്കെ, റിവിഷൻ വീഡിയോസൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് PYQ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് തോന്നുന്നു LP UP എന്നുള്ള ഫോൾഡറിലോ അല്ലെങ്കിൽ അത് ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അത് LDCക്കും കൂടി ഉപകാരപ്പെടുന്നതാണ്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം അവിടെയൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആത്മാനുതാപം ആരുടേതാണ്? ചാവറ അച്ഛൻ്റെയാണ്. വേറെയുണ്ട്, അനസ്താസിയുടെ രക്തസാക്ഷ്യം, പിന്നെ ഇടയ നാടകങ്ങൾ, നളാഗമങ്ങൾ, ആത്മാനുതാപം, അങ്ങനെ ഒരുപാട് എണ്ണം വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. തൈക്കാട് അയ്യ ഗുരുവിൻ്റെ യഥാർത്ഥ പേരെന്താണ്? സുബ്ബരായനാണ്. ഗുരുക്കന്മാരുടെ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്നത് തൈക്കാട് അയ്യാണ്. അടുത്ത ചോദ്യം, അച്ചിപ്പുടവ സമരം, മുക്കുത്തി സമരം തുടങ്ങിയവ നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, വേദാധികാര നിരൂപണം എന്ന കൃതി രചിച്ചത് ആര്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ളതായതുകൊണ്ട് ഞാൻ വിട്ടുപോവാണ്. രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? 1922. അപ്പം ശ്രീനാരായണ ഗുരുവായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഓരോരുത്തരെ കണ്ടുമുട്ടിയ ഒരു വർഷങ്ങളൊക്കെ പഠിക്കാനുണ്ടല്ലോ അല്ലേ. ഓക്കെ, 25 ഗാന്ധിജിയാണ്, 22 ടാഗോർ. ഓക്കെ, അടുത്ത ചോദ്യം, അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി സമരത്തിന്റെ 125 വാർഷികം ആഘോഷിച്ചത് ഏത് വർഷമാണ്? 125 വാർഷികം. അപ്പം നമുക്ക് ഏതറിയണം? വില്ലുവണ്ടി യാത്ര നടത്തിയത് 1893 നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 125 വാർഷികം നടത്തുന്നത് 2018. അപ്പോൾ ആൻസർ വരുന്നത് 2018. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? അത് എളുപ്പമുള്ള ചോദ്യമാണല്ലോ. ഏതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, പുരുഷസിംഹം എന്ന് അറിയപ്പെട്ടത് ആര്? പുരുഷസിംഹം എന്നറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1920 ആത്മവിദ്യാസംഘം രൂപവൽക്കരിച്ചത് ആരാണ്? 1920 ആത്മവിദ്യാസംഘം രൂപവൽക്കരിച്ചത് വാഗ്ഭടാനന്ദൻ. ഓക്കെ, അടുത്ത ചോദ്യം, 1940 40-ാം വയസ്സിൽ വസൂരി ബാധിച്ച് മരണപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? അതാരാണ്? KP വള്ളോനാണ്. KP വള്ളോൻ. അടുത്ത ചോദ്യം, 1940 ആൻസർ ഉണ്ട്. 1900 അത് നമ്മൾ പറഞ്ഞതല്ല. അപ്പം അടുത്ത ചോദ്യത്തിലേക്കാണ്. 2-ാം ലോക മഹായുദ്ധ അനന്തരം ജയിൽ മോചിതനായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരൻ? മുഹമ്മദ് അബ്ദുറഹിമാനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച കൃഷ്ണൻ നമ്പ്യാതിരി ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത്? കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച കൃഷ്ണൻ നമ്പ്യാതിരി ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത്? ആഗമാനന്ദ സ്വാമിയാണ്, അതായത് സ്വാമി ആഗമാനന്ദൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൽപ്പാത്തി ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പോരാളി ആരാണ്? അത് വെങ്കിടാചലം അയ്യറാണ്. വേദബന്ധു എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായ ജനുവരി 2 ഏതു വർഷമാണ് സംസ്ഥാന സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചത്? അതേതായിരുന്നു വർഷം? 2014 കേട്ടോ. മന്നം ജയന്തി ആയിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അടുത്ത ചോദ്യമാണ്, ജാതി വിവേചനത്തോട് ഉള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ സ്വന്തം പേരിനൊപ്പം സമുദായ നാമവും കൂട്ടിച്ചേർത്ത നവോത്ഥാന നായകൻ ആരാണ്?
ഡോക്ടർ വി വേലുക്കുട്ടി അരയൻ. ഓക്കെ, അടുത്തത് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന കൃതി രചിച്ചത് ആര്? പാമ്പാടി ജോൺ ജോസഫ് ആണ്. ഓക്കെ, ഇനി അടുത്ത സെറ്റ് അടുത്ത പേജിലാണുള്ളത്. അത് ആ ഒരു പേജും കൂടിയേ കേരള ചരിത്രം ഇതിനകത്ത് തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇന്ത്യ ചരിത്രമാണ് നോക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഇത് മാത്രമേ പഠിക്കലുണ്ടാവുള്ളൂ. ഇത് വേറെ ബുക്കുകളൊന്നും ചിലപ്പം വായിക്കലുണ്ടാവില്ല. അപ്പോൾ ഈ തൊഴിൽ വാർത്തയിലുള്ള ഈ പോയിന്റ്സ് പഠിക്കും. പിന്നെ റിവിഷൻ ക്ലാസ്സുകൾ കാണും. എന്നിട്ട് ഇതിൽ തന്നെ എഴുതി ചേർക്കും. എന്നിട്ട് ഈ പേപ്പർ തന്നെയായിരിക്കും ചിലപ്പം ഞാൻ എക്സാം വരെ നോക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് നോക്കിയാൽ എനിക്ക് പോയിന്റ്സ് ഒന്ന് എന്താ പറയുക, എന്നോട് പലതും മറന്നു പോകും. നോട്ട് എഴുതി പഠിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ കൃത്യമായിട്ട് നോക്കണം. അല്ലാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നോട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ പഠിച്ചതെല്ലാം വേസ്റ്റായി പോകുന്ന ഒരു ഇതാണ് എനിക്ക് ഉണ്ടാവാറ്, എൻ്റെ അനുഭവം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ തൊഴിൽ വാർത്തയിൽ ഈ പോയിന്റുകൾ ഞാൻ പഠിക്കും. കൂടാതെ സൈലത്തിലെ റിവിഷൻ ക്ലാസ് കണ്ടിട്ട് എക്സ്ട്രാ വരുന്ന പോയിന്റുകളുണ്ടല്ലോ, അത് ചിലപ്പോൾ ഇവിടെ തന്നെ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വെക്കും. എന്നിട്ട് ഇത് തന്നെയായിരിക്കും ഞാൻ റിവിഷൻ ടൈമിൽ എക്സാം അടുപ്പിച്ചൊക്കെ നോക്കുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഒരൊറ്റ പേജും കൂടി കേരള ചരിത്രമുള്ളൂ. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി എന്താ പറയുക, ഇപ്പം ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു പോയതാണ്. ഇപ്പം നമുക്കറിയാം ചട്ടമ്പി സ്വാമി എന്ന് പറയുമ്പോൾ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട വേറെ ഒരുപാട് പോയിന്റുകൾ നമുക്ക് പറയാനുണ്ട്. ശ്രീനാരായണ ഗുരു ആണെങ്കിൽ ഒത്തിരി പോയിന്റുകൾ പറയാനുണ്ട്. അപ്പോൾ അത്തരം പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ പറയൂ. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, റിവിഷൻ ഉപകാരപ്പെടുവാണ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. എന്നെ കൊണ്ടാവുന്ന പോലെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നും നാളെയാണ് ഞാൻ ചരിത്രം പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കേരള ചരിത്രം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി 2 കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഇപ്പോഴും UPSA LPSA കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് വരാത്ത ഒത്തിരി പേരുണ്ട്. ഇപ്പോഴും എനിക്ക് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുവാണ് നിങ്ങളുടെ ഈ വിഷമിപ്പിക്കുന്ന കമൻറ്റുകൾ വായിച്ച് എനിക്ക് വിഷമം വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഇതാവുമോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഞാൻ പല രീതിയിൽ പലരോടും പറയുന്നുണ്ട്, നിരാശപ്പെടണ്ട ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്കങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. അവരുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. സോ നമ്മുടെ മുന്നിൽ ഒരു എക്സാം ഉള്ളപ്പോൾ നമ്മൾ കഴിഞ്ഞതിനെ കുറച്ച് ഓർത്തിട്ട് നമ്മൾ നല്ല സമയം കളയരുത്. കാരണം ഇനി ചുരുങ്ങിയ സമയം കൂടി നമുക്കൊന്ന് കഷ്ടപ്പെട്ട് നോക്കാം. പിന്നെ കട്ട് ഓഫ് കുറയല്ലോ. അപ്പം മാർക്ക് ഏകദേശം ഈ ഒരു ആവറേജ് മാർക്ക് ഉള്ള ആളുകൾ വെറുതെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ചിലപ്പം നമുക്ക് കട്ട് ഓഫ് കുറഞ്ഞാൽ എന്തായാലും കയറാൻ കഴിയും. എന്തായാലും എല്ലാവർക്കും ടഫായിട്ടുള്ളൊരു എക്സാം തന്നെയായിരുന്നു. സോ നമുക്ക് മാത്രമല്ലല്ലോ ടഫായത്, എല്ലാവർക്കും അതുപോലെയല്ല, എല്ലാവർക്കും ഒരേ അനുഭവമാണ് ഉള്ളത്. അതുകൊണ്ട് എന്തിനാ പിന്നെ ടെൻഷൻ അടിക്കുന്നത്? അപ്പം ഒരു ആവറേജ് മാർക്കുള്ളവരൊക്കെ എന്തായാലും കയറിപ്പോവാനാണ് ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്.